മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ കെ ഗോപാലകൃഷ്ണനെതിരെ സ്വമേധയാ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. ഫോൺ ഹാക്ക് ചെയ്തതിൽ രാഷ്ട്രീയ തെളിവുകളും അപൂർണമാണ്. ഗോപാലകൃഷ്ണന്റെ പരാതിയിലാണ് അന്വേഷണം നടത്തിയത്. പ്രസ്തുത ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പരാതിയുമായി സമീപിച്ചാൽ മാത്രമേ നിയമ നടപടിക്ക് സാധ്യതയുള്ളൂ എന്നും പോലീസ് പറയുന്നു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കെ ഗോപാലകൃഷ്ണനെതിരെ സ്വമേധയാ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? അതിര ഈ IAS ഉദ്യോഗസ്ഥരുടെ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ വരുമ്പോൾ പോലും അതിൽ തുടർ വിഷയങ്ങളായി സംബന്ധിച്ച് വരുന്നത് ഇപ്പോൾ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യമാണ്. സ്വമേധയാ കേസെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന് പ്രധാനമായും പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം തന്നെ ഇത് അതായത് ഈ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ല. അതായത് ഫോൺ ഹാക്ക് ചെയ്തതിന് ശാസ്ത്രീയ തെളിവുകൾ അപൂർണമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പരാതിയുമായി സമീപിച്ചാൽ മാത്രമേ നിയമ നടപടിക്ക് സാധ്യതയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടർ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷനിലേക്ക് നയിച്ച ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ അത് തെളിവുകൾ കൃത്യമായില്ല. ആരെങ്കിലും ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് പരാതിയുമായി രംഗത്ത് വരണം എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഹാക്ക് ചെയ്ത 11 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചേർത്തു എന്നൊക്കെയായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിശദീകരണം. അത് തൃപ്തികരമല്ലെങ്കിൽ പോലും ഇതിൽ കൃത്യമായ തെളിവുകളില്ല. നൽകിയ ഫോണ് ഫോർമാറ്റ് ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണുള്ളത്. എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തതെന്ന് തെളിയിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് പോകുന്നു. കേസ് മുന്നോട്ട് പോകില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥർ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവർ ആരെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരാതിയുമായി രംഗത്ത് വന്നാൽ തീർച്ചയായിട്ടും ഇതിന് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ശരി വിഷ്ണു.